സാംസ്കാരിക ഒരു രാഷ്ട്രീയമായി മാത്രമല്ല സാംസ്കാരികമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ്. കൊടുങ്ങല്ലൂർ എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. വിശ്വാസപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാംസ്കാരികപരമായിട്ടാണെങ്കിലും കൊടുങ്ങല്ലൂർ എന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ മാതൃകയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമായി പള്ളി നിർമ്മിക്കപ്പെട്ട ചേരമാൻ പള്ളി നിലനിൽക്കുന്നത് ഈ പ്രദേശത്താണ്. ഈ മണ്ണിലാണ് തോമസ് ലീഹ ആദ്യമായി കടന്നു വന്ന കോട്ടപ്പുറം ഈ നിലകൊള്ളുന്നത് ഈ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ്. കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹം ഈ മണ്ണിനെ ഏറെ പുണ്യം ചെയ്ത ഒരു ഭാഗം കൂടി തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ തരത്തിലും വിശ്വാസപരമായും സാംസ്കാരികപരമായും ഒട്ടനവധിയായ സാംസ്കാരിക നായകന്മാരെ സംഭാവന ചെയ്ത ഒരു മണ്ണാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഭാഗമായി നിരവധിയായ നേതാക്കന്മാരെ സംഭാവന ചെയ്ത ഒരു പ്രദേശമാണ്. ആ കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ കൊടുങ്ങല്ലൂരിന്റെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു സാംസ്കാരിക ആഘോഷത്തിനാണ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ച് ഓണം ഒരു വിശേഷ ആഘോഷങ്ങളുടെ ദിവസങ്ങൾ കൂടിയാണ്. ഇനി തുടർന്ന് നിൽക്കുന്ന എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ ആഘോഷങ്ങളിലൂടെ മലയാളക്കര ഒന്നാകെ ഓണത്തെ വരവേൽക്കുകയാണ്. കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ തകൃതോണം എന്ന പേരിലാണ് നമ്മൾ ഈ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 ആദ്യ പരിപാടിയോട് കൂടി ഈ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 കേരളത്തിന്റെ മണ്ണിൽ ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മാരത്തണോട് കൂടിയിട്ടാണ് ഇവിടെ കൊടുങ്ങല്ലൂരിലെ ഈ ഓണാഘോഷ പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. മാസമല്ല 3-4 മാസം അവർക്ക് ഓണാഘോഷമാണ്. എന്തിനേറെ ദുബൈ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ മാസങ്ങളോളം ഓണാഘോഷം നടത്തുകയാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഓണം എന്ന ഉത്സവത്തെ മലയാളികൾ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. എവിടെ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഓണം ആഘോഷിക്കാറുണ്ട്. ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അതാണ് ഈ മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ ഐക്യവും യോജിപ്പും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഓണാഘോഷ പരിപാടികൾ നടത്തി വരാറുള്ളത്. കൊടുങ്ങല്ലൂർ ബഹുമാനപ്പെട്ട മന്ത്രി അധ്യക്ഷനോട് ചൂണ്ടിക്കാണിച്ച പോലെ കേരള ചരിത്രത്തിൽ തന്നെ വലിയ ഏടുകൾ എഴുതി ചേർത്തിട്ടുള്ള ഒരു വലിയ ചരിത്രം പുറത്തുന്ന മണ്ണാണ്. കേരള ചരിത്രം വായിക്കുന്നവർക്ക് പഠിക്കുന്നവർക്ക് കൊടുങ്ങല്ലൂരിന്റെ ചരിത്രവും മുസരീസിന്റെ ചരിത്രവും ഓർക്കാതെ കടന്നു പോകാൻ സാധ്യമല്ല. ഇവിടെ ചരിത്ര സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സ്ഥലമാണിത്. ഇവിടുത്തെ ചേരമാൻ പള്ളിയും കൊടുങ്ങല്ലൂരിലെ ദേവീക്ഷേത്രവും കൊടുങ്ങല്ലൂർ കൊട്ടാരവും അങ്ങനെ ക്രൈസ്തവ സഭകൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവനകൾ നൽകിയ പ്രദേശവും എല്ലാം ചേരുമ്പോൾ മതേതരത്വത്തിന്റെ മഹിതമായ ഭൂമിയായി കൊടുങ്ങല്ലൂരിനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണ്.